ഹലോ എവരിവൺ. നമ്മുടെ പഴയ ട്യൂട്ടോറിയൽ ചാനൽസിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് നമ്മളിവിടെ പുതിയ ചാനൽ തുടങ്ങുകയാണ്. അവിടെ നമ്മൾ ആദ്യമായിട്ട് പൈത്തൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ പൈത്തൻ്റെ ട്യൂട്ടോറിയൽ ഒരു ബിഗിനറിനും ഒരു പ്രൊഫഷണലിനും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മളിവിടെ ട്യൂട്ടോറിയൽ തയ്യാറാക്കുന്നത്. പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസൊക്കെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിരിക്കും. പക്ഷെ പൈത്തൺ അങ്ങനെയല്ല. പൈത്തൺ നമ്മൾക്ക് ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം, വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് പർപ്പസിന് വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വെബ് ഡെവലപ്മെൻറ്റ് കേസിലാണെങ്കിൽ പൈത്തൺ പ്രൊഫഷണലി ഒരു ബെസ്റ്റ് ബാക്ക് എൻഡായി വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. പൈത്തൺ ഒരു സിമ്പിൾ ലാംഗ്വേജാണ്. ഏതൊരു ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൈത്തൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പൈത്തൺ ഒരു പവർഫുൾ ഹൈ ലെവൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജാണ്. മറ്റ് ലാംഗ്വേജുകളെ പോലെ പൈത്തൺ ഒരു സിംഗിൾ പാറ്റേൺ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല. പൈത്തൺ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് പാറ്റേൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതല്ലാതെ പൈത്തൺ ഇംപറേറ്റീവ് ആൻഡ് ഫങ്ഷണൽ ഓർ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പൈത്തൺ ഒരു മൾട്ടിപർപ്പസ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കത് വെബ് എൻ്റർപ്രൈസിൽ യൂസ് ചെയ്യാം, 3D CAD എക്സെട്ര, അങ്ങനെ ഏതൊക്കെ പർപ്പസ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് പൈത്തൺ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ പൈത്തൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ ദാറ്റ് നമുക്ക് പൈത്തൺ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈത്തണിൽ ഡേറ്റ ടൈപ്സ് നമ്മൾ സ്വന്തമായിട്ട് യൂസർ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പൈത്തൻ്റെ ഇൻ്റർപ്രറ്റർ തന്നെ പൈത്തൻ്റെ ഡേറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ A=10 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 10നെ ആ A ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് അത് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതർ ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ ഇൻറ്റ് A=10 അങ്ങനെ കൊടുക്കേണ്ടി വരും. പക്ഷേ പൈത്തണിൽ അതിൻ്റെ ആവശ്യമില്ല. എന്ത് വാല്യൂ നമ്മൾ കൊടുക്കുന്നു അത് അതിൻ്റെ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണെന്നും പറയുന്നത്. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പൈത്തൺ 3 ആണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന പൈത്തൺ ലാംഗ്വേജ് പൈത്തൺ 2-ലൊക്കെ പൈത്തൺ 3യെ വെച്ച് നോക്കുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണയായിട്ടൊരു ലാംഗ്വേജിൻ്റെ പുതിയ വേർഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പുതിയ വേർഷനും പഴയ വേർഷനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ പൈത്തൻ്റെ കേസിൽ അങ്ങനെയല്ല. പൈത്തൺ 2ഉം പൈത്തൺ 3യും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ന്യൂ വേർഷൻ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മുൻപുള്ള വേർഷനെ പോലെ അതിൻ്റെ സിൻടാക്സും അതിൻ്റെ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേർഷനാണെങ്കിൽ നമുക്കത് നമ്മുടെ പഴയ കോഡ് അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്ത ആ ഫങ്ഷൻസ് എല്ലാം നമുക്ക് പുതിയ വേർഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ പൈത്തൻ്റെ കേസിൽ നല്ല ഡിഫിക്കൽട്ടാണ്. പഴയ വേർഷനിൽ നിന്നും പുതിയ വേർഷനിലേക്ക് നമുക്ക് പൈത്തൻ്റെ കോഡ് അല്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി പൈത്തൺ 3ക്കും പൈത്തൺ 2നും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ പ്രിൻ്റ്. പൈത്തൺ 2-ൽ നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് എന്ന് വെറുതെ കൊടുത്തിട്ട് ആ പ്രിൻ്റിൽ നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുത്താൽ മാത്രം മതി. പ്രിൻ്റ് സംതിങ്, അപ്പോൾ അത് പ്രിൻ്റ് ആവും. പക്ഷേ പൈത്തൺ 3ൽ നമ്മൾ പ്രിൻ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം നമ്മൾ പ്രിൻറ്റിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് വേണം പ്രിൻ്റ് ചെയ്യാനുള്ള സാധനം എന്താണോ ആ വാല്യൂ കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് പൈത്തൺ 2ൽ നമ്മൾ യൂസർ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി റോ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നോർമലി സ്ട്രിങ് ആയിട്ടാണ് റോ ഇൻപുട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. പക്ഷേ പൈത്തൺ 3ൽ റോ ഇൻപുട്ടിന് പകരം വെറും ഇൻപുട്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂവിനെ. അതുകൊണ്ട് അതിനെ നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഇൻറ്റിലേക്കോ സ്ട്രിങ്ങിലേക്കോ നമുക്ക് എടുക്കാൻ വേണ്ടി വളരെ ഈസി ആയിരിക്കും. ഇനി പൈത്തൻ്റെ ആപ്ലിക്കേഷൻസ്, പൈത്തൺ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പൈത്തൻ്റെ ആപ്ലിക്കേഷൻസാണ് പറയാൻ പോകുന്നത്. വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈത്തണിലുള്ള കുറേ ഫ്രെയിം വർക്ക്സാണ് ഡിജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക് എക്സെട്ര. അതേപോലെ തന്നെ
ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസായ HTML, XML അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ലൈബ്രറീസ് നമ്മുടെ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് പൈത്തൺ നമുക്ക് ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈത്തൺ യൂസ് ചെയ്യാം. അതിന് നമ്മളൊരു പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് TK അല്ലെങ്കിൽ tkinter. ഈ tkinter ആണ് പൈത്തണിന് ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. tkinter അല്ലാതെ കിവി, പൈക്യുറ്റി അങ്ങനെ വേറെയും യൂസ്ഫുൾ പ്ലാറ്റ്ഫോംസ് നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്, പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബിൽഡ് കൺട്രോൾ, മാനേജ്മെൻറ്റ്, ടെസ്റ്റിംഗ് എല്ലാം പൈത്തണിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പൈത്തൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് കാൽക്കുലേഷൻസ് എക്സെട്ര. സ്കിപ്പി, ഐപൈത്തൺ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നമുക്ക് ഈ സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് പൈത്തണിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ബിസിനസ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ERP, ഇ-കൊമേഴ്സ് സിസ്റ്റം അതിനുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ട്രൈറ്റൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഐപൈത്തൺ എന്ന നമുക്കൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമുക്ക് കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടിം പ്ലെയർ, സി പ്ലേ എക്സെട്ര നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അത് ഈ പൈത്തൺ യൂസ് ചെയ്തിട്ട് ചെയ്ത ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഉള്ളത് 3D CAD ആപ്ലിക്കേഷൻസ്. ഫാൻഡാങ്കോ എന്ന് പറയുന്ന ഒരു റിയൽ ആപ്ലിക്കേഷൻ നമ്മൾ പൈത്തൺ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത CADൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ വരുന്നത് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ആയ OpenERP, ട്രൈറ്റൺ, പിക്കാലോ എക്സെട്ര. പിന്നെ ഉണ്ട് ഇമേജസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് സെവറൽ ആപ്ലിക്കേഷൻസ് ഈ ഇമേജിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ VPython, ഗോഗ്, ഇമേജ് സീക്ക് എക്സെട്ര. അടുത്ത് എങ്ങനെയാണ് പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പൈത്തൻ്റെ ഒഫീഷ്യൽ സൈറ്റായ python.org നമ്മൾ ആദ്യമേ കയറുക. അതിൻ്റെ ഡൗൺലോഡ് സെക്ഷനിൽ നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ അവൈലബിൾ ആണ്. അതുപോരാതെ അല്ലാതെ ബിറ്റ് വൈസ് ആപ്ലിക്കേഷൻസ് നോക്കിയെടുക്കാൻ വേണ്ടി ബിറ്റ് ഇപ്പോൾ 64 ആണെങ്കിൽ അല്ലെങ്കിൽ 32 ആണെങ്കിൽ അതിനെ നോക്കി നമുക്ക് അതിൻ്റെ ഡൗൺലോഡ്സ് ചൂസ് ചെയ്യാം. ഇപ്പോൾ നോർമലി നമുക്ക് ലേറ്റസ്റ്റ് വെർഷനായ പൈത്തൺ 3.7 ആണ് കിടപ്പുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. നോർമലി വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അങ്ങനെ അധികം ആർക്കും അറിയാഴികയൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീടുള്ള കാര്യമാണ് പാത്ത് സെറ്റിംഗ്, അത് പറഞ്ഞുതരാം. ഇനി ഉബുണ്ടു യൂസേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉബുണ്ടുവിൽ ഓൾറെഡി പൈത്തൺ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷേ അതിപ്പോൾ പഴയ വെർഷനായ 2 സംതിങ് ഒക്കെ ആയിരിക്കും. നമുക്കത് വെറുതെ പൈത്തൺ നമ്മുടെ ടെർമിനലിൽ അടിച്ചു കൊടുത്താൽ കമാൻഡ് പ്രോംപ്റ്റിൽ അടിച്ചു കൊടുത്താൽ പൈത്തൺ 2 സംതിങ് വേർഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് 3 ആണ്. അപ്പോൾ നമ്മൾ ആപ്റ്റ് ഗെറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ പൈത്തൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ പൈത്തൺ 3.7 എന്ന് പറഞ്ഞ് നമ്മൾ വേർഷൻ ബേസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തൺ നമ്മുടെ 3.7 വേർഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും അതിനുശേഷം ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈത്തൺ 3.3 എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് വേർഷൻ അവിടെ ഡിസ്പ്ലേ ആവും. അതിനുശേഷം ഐഡിയലി ഓപ്പൺ ചെയ്ത് നമുക്ക് പൈത്തൺ കോഡ് എഴുതാവുന്നതാണ്. ഇനി വിൻഡോസിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ ഇൻസ്റ്റാൾ നൗ കൊണ്ട് കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് വരുന്നത് ഓപ്ഷണൽ ഫീച്ചേഴ്സിനകത്ത് ഡോക്യുമെൻറ്റേഷൻ, പിപ്പ്, TK, പൈത്തൺ അതെല്ലാം ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അഡ്വാൻസ് ഓപ്ഷണൽ ഓൾറെഡി ടിക്കഡ് ആണ്, അതിന് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ആ സെറ്റപ്പ് പ്രോഗ്രസ് ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നമുക്കൊരു പൈത്തൺ 3യുടെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഓപ്പണായി വരും. അതിനുശേഷം നമുക്കൊരു പൈത്തൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നോർമലി നമ്മൾ പൈത്തൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമ്മൾ പാത്ത് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എഡിറ്റ് ചെയ്ത് പാത്ത് എടുത്ത് നമുക്ക്
അവിടെ പ്രോഗ്രാം ഫയൽസിനകത്ത് പൈത്തൺ 3732 ആ ഫോൾഡറിൻ്റെ ആ സെയിം പാത്ത് നമുക്ക് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. സി ഫോൾഡറുള്ള അത് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം. അപ്പോൾ പാത്ത് സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്ര ആയപ്പോൾ നിങ്ങൾക്ക് അവിടെ പൈത്തൺ ഇൻസ്റ്റാളായി, IDLE ഇൻസ്റ്റാളായി. നമ്മൾ നോർമലായിട്ട് നമ്മൾ പൈത്തൻ്റെ കോഡ് എഴുതുന്നത് പൈത്തൻ്റെ IDLEയിലാണ്. അതല്ലാതെ വേറെ വേർഷൻസ് ഉണ്ട്. പൈച്ചാം പോലുള്ള സ്റ്റുഡിയോസ് ഉണ്ട്. അങ്ങനെ പല വേർഷൻസ് ഉണ്ട്. നോർമലി നമുക്ക് പൈത്തൻ്റെ IDLE നമുക്കൊരു ബിഗിനർ ആണെങ്കിൽ IDLEയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമുക്ക് IDLEയിൽ സിമ്പിൾ പ്രോഗ്രാം എക്സാമ്പിൾ ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷനും അതിൻ്റെ പൈത്തൺ എന്താണെന്നും അതിൻ്റെ ഫ്യൂച്ചേഴ്സ് അത് എവിടെയൊക്കെ നമുക്കത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.